ഇന്നത്തെ നമ്മുടെ റെസിപ്പി ദഹി വടയാണ്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പോളം കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ബേക്കിംഗ് പൗഡറും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയിട്ടെടുക്കണം. കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് മാവ് കിട്ടാനായിട്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായാൽ ഓരോ സ്പൂൺ മാവ് ഒഴിച്ച് കൊടുക്കാം. ഇത് വീണ്ടും ഒന്നും കൂടെ അങ്ങ് പൊങ്ങി വരും കേട്ടോ. ഇങ്ങനെ ചെറുതാക്കിയിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പോഴാണ് ഇത് കാണാനൊരു ഭംഗിയുള്ളത്. മാവ് ഒഴിച്ച് കഴിഞ്ഞ് 2 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഉടനെ തന്നെ 2 സൈഡും നല്ല പോലെ കുക്കായിട്ട് കിട്ടും. ഇത് കോരിയെടുത്തതിന് ശേഷം ഇതിലേക്ക് വീണ്ടും മാവ് ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ മാവ് ഒഴിച്ച് കൊടുത്ത് 2 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കിത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കണം. 2 സൈഡും കുക്കായാൽ നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. അങ്ങനെ മുഴുവൻ മാവും വെച്ചിട്ട് വടയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ 1 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് കടലമാവിന് ഇത്രയും വടയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ഭംഗിയില്ലേ ഇത് കാണാനായിട്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പച്ചമുളക് വേണം. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. അതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുത്തിട്ടേ ഉള്ളൂ. അതുപോലെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും വേണം. നിങ്ങളെടുക്കുന്ന പച്ചമുളക് എങ്ങനെയാണ് എരിവ് എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില നല്ലപോലെ കഴുകിയതിന് ശേഷമാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ മല്ലിയിലയും പച്ചമുളകും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിനകത്തേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. ഒട്ടും പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂണോളം ഗരം മസാല ചേർത്തിട്ടുണ്ട്. അതുപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ക്രഷ്ഡ് ചില്ലിയാണ് ചേർക്കുന്നത്. അതായത് നമ്മുടെ ചതച്ച മുളകില്ലേ അത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ഡ്രൈ മാംഗോ പൗഡറാണ്. ഇത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് വെള്ളമല്ല, കുറച്ച് ലൂസാക്കിയിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും പച്ചമുളകും ഒക്കെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ കുറവാണെങ്കിൽ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ കുറച്ച് കൂടുതൽ വെള്ളമൊക്കെ ഒഴിച്ച് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സെറ്റ് ചെയ്യുന്നത് ഇതുപോലൊരു ബൗളിലാണ്. ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള വട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഈ മിക്സ് ചേർത്ത് കൊടുക്കാം. എല്ലായിടത്തും ഈ തൈര് എത്തുന്ന വിധത്തിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒന്ന് താളിച്ചൊഴിക്കണം. അതിനായിട്ട് ഞാൻ ഓയിൽ എടുത്തിട്ടുണ്ട്. ഓയിലിലേക്ക് കടുകാണ് ചേർക്കുന്നത്. കടുക് പൊട്ടി വരുമ്പോൾ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം എന്തായാലും നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. 1-2 വറ്റൽമുളക് ചേർക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വടയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. നമുക്ക് ഈ സമയം തന്നെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാവുന്നതാണ്. ഇല്ല എങ്കിൽ നല്ല പോലെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ കഴിക്കാം. എങ്ങനെയായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ദഹി വട റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയുള്ള റെസിപ്പിയൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും വരാം.